നമസ്കാരം. ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്കണവാടി ജീവനക്കാരെ BLOമാരായി നിയമിച്ചിരുന്നു. അവർ വളരെ സുദീർഘമായ സേവനമാണ് നൽകിയത്. മനോഹരമായ രീതിയിൽ ഒരു പരാതിയുമില്ലാതെ അവർ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ആരുടെയൊക്കെയോ കുത്തിത്തിരിപ്പെന്നോ അല്ലെങ്കിൽ എന്താണ് കാരണം എന്തെന്നറിയില്ല. കാരണത്തെ സംബന്ധിച്ച് അറിയാത്ത കാരണത്തെക്കുറിച്ച് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ല. എന്തായാലും സുദീർഘമായ സേവനം നൽകിയിരുന്ന അവരുടെ BLOമാരായിട്ട് അവരെ മാറ്റി. അവർക്ക് അതിനകത്ത് ഇൻസെൻറ്റീവും കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് ശമ്പളം അല്ലെങ്കിൽ അവരുടെ അങ്കണവാടിയുടെ ഇൻസെൻറ്റീവ് അവർ കുറവാണ് എന്ന്, അല്ലെങ്കിൽ അത് അവരുടെ ജോലിക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും ഇനിയും ഉയരേണ്ടതുണ്ട് എന്നുള്ള ഒരു ഡിമാൻഡ് അവരുടെ ഭാഗത്തുണ്ട്. അതിൽ ന്യായവുമാണ്. കാരണം കുറേ കൂടി ഡിമാൻഡ് ഉയരണം. ഇപ്പോൾ 1000 രൂപ വീണ്ടും സർക്കാർ കൂട്ടിക്കൊടുത്തു. ക്രമാനുഗതമായി കൂടുന്നുണ്ട്. പക്ഷേ കുറേ കൂടി അത് മെച്ചപ്പെട്ട ഒരു സേവന വേതന വ്യവസ്ഥയിലേക്ക് അവർ വരേണ്ടതുണ്ട്. കാരണം 10-50 വർഷമായി വന്നൊരു പ്രസ്ഥാനമാണ്. അത് കേവലം ഒരു സ്കീമിനപ്പുറം മാറി നിൽക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ല. അങ്കണവാടി ജീവനക്കാരെ വീണ്ടും BLOമാരായി വരുന്നു. അവരെ ക്ഷണിച്ചുകൊണ്ട് കളക്ടർമാറ്റുകളിൽ നിന്ന് കളക്ടർമാരുടെ സ്റ്റാഫ്, പിന്നെ ക്ലർക്കുമാരും മറ്റ് അക്കൗണ്ടന്റ്മാരും സൂപ്രണ്ടും അങ്ങനെയുള്ള സ്റ്റാഫ് അങ്കണവാടിക്കാരെ വീണ്ടും വിളിച്ച് വരണം എന്ന് പറയുന്നു. മെഡിക്കൽ ലീവ് പോലുള്ള കാഷ്വാലിറ്റിയൊക്കെ വരുന്ന ആളുകൾക്ക് അത് എക്സംഷൻ കാണും. പക്ഷേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമം അനുസരിച്ച് ആരോഗ്യമുള്ള മറ്റസൗകര്യങ്ങളില്ലാത്ത ഏതൊരു ഇന്ത്യൻ പൗരനും സർക്കാർ സർവീസ് സമ്മേളനത്തിലുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് പിന്നെ കേസ്, അറസ്റ്റ്, പല ജയിലിൽ വരെ പോകുന്ന അവസ്ഥ ഉണ്ടാവാം. കാരണം അത്രയ്ക്ക് കർശനമാണ് ഇലക്ഷൻ കമ്മീഷൻ. കാരണം ഡ്യൂട്ടി ചെയ്യണം എന്നൊരു നിയമമാണുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ആ എക്സ്ട്രീമിലേക്കൊന്നും ആരും പോകാറില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒഴിവാകേണ്ടവർ ഒഴിവാകാറുണ്ട്. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ജെനുവിൻ അല്ലെങ്കിൽ പിന്നെ അത് ആരെങ്കിലും പരാതിയൊക്കെപ്പെട്ട പ്രശ്നമാകാറുമുണ്ട്. അങ്ങനെ പല കേസുകളും വന്നിട്ടുണ്ട്. എന്തായാലും BLOമാരായി അവരെ തിരിച്ച് നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കരാർ അധ്യാപകരായിട്ടുള്ളവരെയും പരിഗണിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇവരെ കുറേ അധികം ചെയ്തു നോക്കി. ഇപ്പോൾ ചെയ്തൊക്കെ നോക്കിയെങ്കിലും 2 ദിവസമായിട്ട് വേഗത പോരാ എന്ന് മനസ്സിലാക്കിയിട്ടാണോ അതോ പരിചയസമ്പത്തുള്ളവരെ വേണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ, എന്തായാലും BLOമാരെ ആയിട്ട് അങ്കണവാടിക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പരിഗണിക്കുന്നു. ഇപ്പോഴും കേരളത്തിൽ ഇതെല്ലാം പറയുമ്പോഴും കേരളത്തിൽ ജഗപുകയായി തന്നെയാണ് SIR പോകുന്നത്. ഓൺലൈനായില്ല. ഓൺലൈനിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഓൺലൈൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ തന്നെ പഴയ പട്ടിക പരിശോധിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 2002 SIR പട്ടിക പരിശോധിച്ച് അന്ന് സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെങ്കിൽ പാർട്ടി സീരിയൽ നമ്പറും ബൂത്തും വ്യക്തമായി അറിയണമെന്ന് വോട്ടർമാർക്ക് പ്രയാസമാണ്. അപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ, തൻ്റെ പേരുണ്ടോ, ബന്ധുക്കളുടെ പേരുണ്ടോ എങ്കിൽ പിന്നെ അത് ബൂത്ത് ഏതാണ്, പാർട്ടി ഏതാണ്, നമ്പർ ഏതാണ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജില്ല, നിയമസഭ, മണ്ഡലം, നിയമസഭാ വോട്ടറുടെ പേര്, പാർട്ടി സീരിയൽ എന്നിവ നമ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു സാങ്കേതിക മാറ്റത്തിൽ കുരുങ്ങി നടക്കുകയാണ് ഈ SIR. അതൊരു വിഷയമാണ്. അപ്പോൾ എന്തായാലും അങ്കണവാടികൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പങ്കെടുക്കാം. അപ്പോഴും ചില സംശയങ്ങളുണ്ട്. അവരെ ഇനി സ്ഥിരമായി അങ്ങ് വിളിക്കുകയാണോ അതോ താൽക്കാലികമായി ഈ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ടും കുറേ ആൾ തികയാത്തത് കൊണ്ട് ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആയിട്ട് അവരെ വിളിക്കുന്നതാണോ അതോ ഇനി സ്ഥിരമായി അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി സമയത്തുള്ള ജോലികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ BLOമാരായി ഇവരെ അംഗീകരിക്കുമോ, വീണ്ടും പെർമനൻ്റ് ആയിട്ട് അവർക്ക് സ്ഥിരമായി BLO ആയിട്ട് അംഗീകരിച്ചതായിട്ട് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുമോ എന്നൊരു ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ആൾറെഡി അവർ സേവനം ചെയ്ത് പരിചയമുള്ളവരാണ്. പിന്നെ ഒരു പരാതി അവരുടെ സേവനത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അവരെടുക്കുന്ന ലിസ്റ്റിനെ കുറിച്ചും പരാതി വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിഭാഗം ഉള്ളപ്പോൾ ഒഴിവാക്കിയത് തന്നെ ശരിയായില്ല. അതിനെതിരെ നമ്മൾ ശക്തമായ വീഡിയോ ചെയ്തിരുന്നു. ബന്ധപ്പെട്ട ഓഫീസർമാരോട് നമ്മൾ ഈ വീഡിയോ എത്തിച്ചിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിൽ നിന്നാണ് തീരുമാനം വരുന്നത്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് ഇത് അയച്ചു കൊടുത്തു. അവരറിഞ്ഞോന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും നമുക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത ഒരു വിഷയത്തിൽ വേറൊരു അനുകൂല തീരുമാനം വരുന്നു. അപ്പോഴും ഈ ആശങ്ക വീണ്ടും നിലനിൽക്കുന്നു. സ്ഥിരമായി ഇവർക്കൊരു പോസ്റ്റിംഗ് മീൻസ് ഒരു ഓർഡർ, ഇവരെ ശരി നിങ്ങൾ ഇന്ന പർട്ടിക്കുലർ A അല്ലെങ്കിൽ B ഇന്ന ആളിനെ അങ്കണവാടി ടീച്ചറായിട്ടുള്ള ഇന്ന ആളിനെ ഇന്ന സ്ഥലത്തേക്കുള്ള BLO അല്ലെങ്കിൽ BLA ആയി നിയമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്നു ഒരു ഓർഡർ കൊടുക്കുമോ എന്നൊരു ചോദ്യവും ഉണ്ട്. അതോ താൽക്കാലികമായി മറ്റുള്ളവർ ഒഴിവാകുന്ന ഗ്യാപ്പിലേക്ക് വിളിച്ച് ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇത് വിളിച്ചതാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അവരുടെ ഇടയിൽ. അത് പരിഹരിക്കപ്പെടണം.
അതുപോലെ SIR-നെ സംബന്ധിച്ച് വീണ്ടും ഒരുപാട് ആക്ഷേപങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാത്രി 8:30-9 മണി വരെയൊക്കെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. ചില പ്രദേശങ്ങളിൽ പോയാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ്. അങ്ങനെ ഒരുപാട് ദിവസം ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാ ദിവസവും 8:30-9 മണി വരെ ഫീൽഡ് വർക്കാണ്, അല്ലാതെ വീട്ടിലിരുന്ന് ചെയ്യുന്ന കമ്പ്യൂട്ടറിലിരുന്ന് ചെയ്യുന്ന ഒരു പണിയല്ല, ഫീൽഡ് വർക്കാണ്. അപ്പോൾ അങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യാൻ പ്രയാസം വരുമല്ലോ. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യേണ്ടി വരുന്നു പല ദിവസങ്ങളിലും എന്നുള്ള ഒരു കാഴ്ച ഫീൽഡിൽ കാണുന്നു. അപ്പോൾ അതിനൊക്കെ കൂടി പരിഹാരമായിട്ടായിരിക്കാം ഈ അനുഭവ സമ്പത്തുള്ള ആളുകളെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ കൂടി തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചു വിളിക്കുന്നത് നല്ല സന്തോഷമുള്ള കാര്യം. പക്ഷെ വിളിക്കുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കുകയും ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു പാക്കേജ് അവർക്ക് തയ്യാറാക്കിക്കൊണ്ട് വേണം ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ SIR-നെ സംബന്ധിച്ചുള്ള മറ്റു ചില ആക്ഷേപങ്ങളൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. SIR വരുന്നത് കൊണ്ട് വന്നതിന് ശേഷം ബീഹാറിൽ കഴിഞ്ഞ ജൂണിൽ SIR നടപ്പിലാക്കിയപ്പോൾ 45 ലക്ഷം വോട്ടർമാർ 45 ലക്ഷം വോട്ടർമാരാണ് ഔട്ടായത്. ആദ്യം 65 ലക്ഷം ഔട്ടായി, പിന്നെ ഒരു 21 ലക്ഷത്തെ അവർ അകത്ത് കയറ്റി, പിന്നെ ബാക്കി 64 ലക്ഷം അല്ല 65-ൽ 21 പോയിട്ട് 44-45 ലക്ഷം ആളുകൾ പുറത്തായി. അത് ബീഹാറിൽ സംഭവിച്ചു. സാധാരണ ഇൻക്ലൂസീവാണ്, എല്ലാ ആളുകളും അകത്താക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ പുറത്തായി. കേരളത്തിൽ 50 ലക്ഷം ആളുകൾക്ക് വ്യാജ ID കാർഡ് ഉണ്ടെന്നും ആധാർ കാർഡ് ഉണ്ടെന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്, BJP പ്രസിഡന്റിന്റെ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വളരെ കൃത്യവും സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു ലിസ്റ്റ് കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. റിവിഷൻ നടത്തേണ്ട നമുക്ക് പറയാൻ കഴിയില്ല. മരിച്ചവരെ ഒഴിവാക്കുക തന്നെ ചെയ്യണം, അതിന് റിവിഷൻ നടത്തിയാലേ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇരട്ട വോട്ട് ഒഴിവാക്കേണ്ടി വരും. അതുപോലെ അഡ്രസ് ഇല്ലാത്തവരെ, അതുപോലെ തന്നെ കൃത്യമായ ഇന്ത്യൻ പൗരത്വമില്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആധാറോ ബാങ്ക് അക്കൗണ്ട് പോലുള്ള ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ട് ഇന്ത്യൻ പൗരനാണെന്നുള്ളത്. ആ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത ആളുകൾ മറ്റ് ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ വ്യാപകമായി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ വലിയ തോതിലാണ്, കിഴക്കൻ ബംഗാളിലൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആളുകൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ന്യായമല്ലല്ലോ. ഇന്ത്യൻ പൗരത്വം ഉള്ളവർക്കാണല്ലോ വോട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിന് കേരളത്തിലും അത് വരാം. കാരണം ഒരുപാട് ബംഗ്ലാദേശികളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ ഇവിടെ തൊഴിലെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു കണക്കും പഴക്കം വെള്ളിയാഴ്ചയും വ്യവസ്ഥയൊന്നും ഇല്ല. ഇനി അത് ഉണ്ടാവണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ലിസ്റ്റ് എടുക്കലൊക്കെ നടക്കണം. പക്ഷെ ഇപ്പോൾ അതില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ വലുതുണ്ട്. കേരളത്തിൽ വലിയൊരു ബോംബ് പോലെ അത് നിൽക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കില്ലാതെയും അല്ലെങ്കിൽ അവരുടെ അവിഹിതമായ ഇടപെടലുകൾ, അവിഹിതം എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലല്ല, ഒരുപാട് ആളുകളുടെ എണ്ണപ്പെരുപ്പവും അവർ വന്ന് കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങളും ബഹളങ്ങളും ഒക്കെ വലിയ പ്രശ്നമായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ BLO-മാരെ ഇങ്ങനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവല്ല, ഇങ്ങനെ ഈ ഫോൺ കാൾ വരുന്നത് ഉത്തരവായി വന്നിട്ടില്ല. അതാണ് ഒരു പ്രശ്നം. അതേസമയം BLO-മാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നാൽ വളരെ കൂടുതൽ സന്തോഷമായിരിക്കും. എന്തായാലും താല്പര്യമുള്ള അങ്കണവാടി വർക്കർമാർ അല്ലെങ്കിൽ ജീവനക്കാർ ഈ കാര്യങ്ങളിൽ സഹായിക്കട്ടെ. എന്തായാലും നഷ്ടപ്പെട്ടൊരു അവസരം തിരിച്ചു കൊടുക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇതിനകത്തുള്ള കൃത്യമായി ക്ലാരിറ്റി വരുത്തണം. നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷൻ ശുദ്ധീകരണ പ്രക്രിയ നടക്കട്ടെ. അതിൻ്റെ മുന്നുപാധിയായിട്ടുള്ള SIR വളരെ മനോഹരമായി നടക്കട്ടെ. എല്ലാവരുടെ ആശങ്കയും ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള വളരെ കൃത്യമായൊരു ലിസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.